നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സുസ്വാഗതം. ആചാര്യ വിഷ്വൽ മീഡിയ പൊതുവെ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇന്ന് നമ്മൾ വിഷുഫലത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഓരോ രാശിക്കാർക്കും വിഷുഫലം എങ്ങനെയാണ്? വിഷുഫലത്തെ ചിന്തിക്കുമ്പോൾ 2024 ഏപ്രിൽ മാസം 14 തൊട്ട് 2025 ഏപ്രിൽ മാസം 13 വരെ വരുന്ന ഒരു വർഷം, അതായത് 1199 ആണ്ട് മേടമാസം 1 തൊട്ട് 1200 ആണ്ട് വരെ വരുന്ന, അതായത് 200 ആണ്ട് മീനമാസം 30 വരെ വരുന്ന സമയം, അതായത് ഒരു വർഷക്കാലം. അപ്പോൾ ഈ ഒരു വർഷത്തെ ഫലത്തെയാണ് നമ്മൾ വിഷുഫലമായിട്ട് പറഞ്ഞു വരുന്നത്. ഇത് ഓരോ രാശിക്കാർക്ക് എങ്ങനെ ഈ ഫലം പ്രയോജനപ്പെടുത്തുന്നു, എത്ര കണ്ട് അവർക്ക് ദോഷഫലത്തെ കൊടുക്കുന്നു എന്നത് മനസ്സിലാക്കി അവർ ഈ ഒരു വർഷം ശ്രദ്ധിച്ചു പോവുകയാണെങ്കിൽ അവർക്ക് വലിയ വിപത്തുകൾ വരാതെ സംരക്ഷിച്ച് പോകാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഓരോ ആചാര്യന്മാർ നമുക്ക് മാർഗനിർദ്ദേശം തരണേ. ഇന്ന് നമുക്ക് തുലാം രാശിക്കാരുടെ ഫലത്തെ ചിന്തിക്കാം. തുലാം രാശിയിൽപ്പെടുന്ന നക്ഷത്രം ചിത്തിര നക്ഷത്രത്തിൻ്റെ രണ്ടാമത്തെ പകുതി. ചിത്തിര നക്ഷത്രം രണ്ടായിട്ട് പകുത്തിട്ട് ആദ്യത്തെ 30 നാഴിക കന്നി രാശിയിലേക്കും രണ്ടാമത്തെ 30 നാഴിക തുലാം രാശിയിലേക്കും വരും. ഇപ്പോൾ ചിത്തിരയുടെ പകുതി ഭാഗം, ചോതി നക്ഷത്രം വിശാഖത്തിൻ്റെ ആദ്യത്തെ 3/4 ഭാഗവും ചേർന്നതാണ് തുലാം രാശി. ഈ 2.25 നക്ഷത്രങ്ങൾ ചേർന്നതാണ് തുലാം രാശി. തുലാം രാശിക്കാർക്ക് ശരിക്ക് ചിന്തിക്കുകയാണെങ്കിൽ വിഷുഫലം അത്ര കണ്ട് സന്തോഷപ്രദമല്ല. കാരണം നമുക്ക് ഈ വിഷുഫലത്തെ ചിന്തിക്കുമ്പോൾ പ്രധാനമായിട്ട് വേഴത്തിൻ്റെ മാറ്റവും കൂടി നോക്കി കൊണ്ടുപോകണം. കാരണം വേഴം ഈ ഏപ്രിൽ 14 വിഷുഫലം ആരംഭിക്കുമെങ്കിലും മെയ് 1 തൊട്ട് വേഴം ഈ രാശിക്കാർക്ക് 8ലേക്ക് പ്രവേശിക്കുകയാണ്. 8ാം ഭാവത്തിലേക്ക് വേഴം പ്രവേശിക്കുകയാണ്. അഷ്ടമത്തിലെ വേഴം നഷ്ടങ്ങളെ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ എന്താണ് കഷ്ടം? രോഗാദി ദുരിതങ്ങൾ, അപകടങ്ങൾ. അപ്പോൾ എന്തെങ്കിലും ചെറിയ അസുഖം വന്നാൽ പോലും അത് വിട്ടുമാറാതെ നിൽക്കും. ഉദാഹരണം, ഒരു പനിയാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഒരു വൈറൽ ഫീവർ വന്നാൽ ഒരാഴ്ച കൊണ്ട് സുഖമാവേണ്ടത് 1 മാസമായാലും റിക്കവർ ചെയ്യാതെ വരും. ഒരു ജലദോഷം വന്നാൽ പോലും അത് ദീർഘസമയം നീണ്ടു നിൽക്കും. ഇതൊക്കെ നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി കുറയുകയും നെഗറ്റീവ് കൂടുകയും ചെയ്യുന്ന സമയമാണ് വേഴം 8ലേക്ക് മറഞ്ഞു നിൽക്കുന്ന സമയം. അതുപോലെ സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ സൂക്ഷിക്കണം. പ്രതീക്ഷിക്കുന്ന രീതിയിൽ സാമ്പത്തിക പുരോഗതി വരത്തില്ല. നമുക്ക് പൈസയൊന്നും പ്രതീക്ഷിക്കുന്നത് പോലെ വരത്തില്ല. എത്ര വന്നാലും ചിലവ്. 100 കയ്യിലോട്ട് വരും, 150ൻ്റെ ചിലവ് വരും. അതുപോലെ പലതും കൈ കിട്ടും, വായി കിട്ടില്ല. അടുത്ത് വരെ വന്നിട്ട് പലതും തെറിച്ചു പോവും. ഇങ്ങനെ വരുന്ന ഒരു അവസ്ഥ നിലനിൽക്കുന്ന സമയമാണ് ശരിക്ക് ഇതാ വന്നിരിക്കുന്ന കാലഘട്ടം. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. എങ്ങനെ ശ്രദ്ധിക്കണം? നമ്മൾ പ്രധാനമായിട്ട് സാമ്പത്തിക ഇടപാടുകളിൽ സൂക്ഷിക്കണം. നമ്മളിപ്പോൾ ഒരു ബിസിനസ് ചെയ്തു പോകുന്നു, ഓക്കെ, അതിനെ കൊണ്ടുപോവുക. അതിൽ ഓവർ ഇൻവെസ്റ്റ്മെൻറ്റിന് പോകരുത്. പുതിയ സംരംഭങ്ങളിൽ കൊണ്ട് കൈവയ്ക്കരുത്. ആരെങ്കിലുമൊക്കെ പറയും നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ വിചാരിക്കും സാഹചര്യമൊക്കെ നമുക്ക് അനുകൂലപ്രദമാണ്, നമ്മളെ കൺട്രോളിൽ നിൽക്കുന്ന ബിസിനസ്സാണ്, നമുക്ക് ആ ബിസിനസ്സുമായിട്ട് ബന്ധമുണ്ട് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നമ്മൾ പലപ്പോഴും ചെന്ന് കൈവയ്ക്കും.
പക്ഷേ ബിസിനസ് മുന്നോട്ട് പോകത്തില്ല. അതുകൊണ്ട് ബിസിനസ് ആദി കാര്യങ്ങളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യരുത്. നമുക്ക് വർക്കിംഗ് പാർട്ട്ണറായിട്ട് നിന്നൊക്കെ പ്രവർത്തിക്കാം. കാരണം ജോലി ചെയ്ത് കൂലി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. മറ്റത് നമ്മൾ പൈസ ബ്ലോക്കായി പോവും. അപ്പോൾ സാമ്പത്തിക ബ്ലോക്ക് വരും, ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ വാഹനം ഓട്ടിക്കുന്നിടത്ത് സൂക്ഷിക്കണം. പ്രത്യേകിച്ച് ഡ്രൈവിംഗ് ജോലി ചെയ്യുന്നവർ ഒക്കെ കൂടുതലായിട്ട് സൂക്ഷിക്കണം. നമ്മളും അസമയത്ത് വണ്ടി ഓട്ടിക്കുന്നവരും വളരെ ലോങ് ടൈം ഡ്രൈവിങ് ഒക്കെ വളരെ സൂക്ഷിച്ചായിരിക്കണം ഈ കാലഘട്ടത്തിൽ കൊണ്ടുപോവേണ്ടത്. ഇതിന് നമുക്ക് പ്രതിവിധിയായി ചെയ്യേണ്ടത് പ്രധാനമായി വ്യാഴപ്രീതി വരുത്തണം. വിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ പാൽപ്പായസം, തുളസിമാല, അർച്ചന ഇവ നടത്തണം. അതുപോലെ തന്നെ ഒരു മഹാസുദർശന യന്ത്രം, അസുഖമോ മറ്റൊന്നും വരാതിരിക്കാൻ വേണ്ടി ധന്വന്തരി യന്ത്രവുമായി ചേർത്ത് നല്ല ശക്തമായി ഒരു ദേഹരക്ഷ കെട്ടിക്കൊള്ളുക. നമുക്ക് അസുഖവും വരരുത്, സാമ്പത്തിക നഷ്ടവും വരരുത്. മഹാസുദർശന യന്ത്രവും ധന്വന്തരി യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ ധരിക്കണം. പ്രാർത്ഥന കൂട്ടണം. പ്രത്യേകിച്ച് വിഷ്ണുവിനെ ഭജിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. ഇതൊക്കെ ശ്രദ്ധിച്ചു പോയാൽ നിങ്ങൾക്ക് ഈ ദോഷത്തിൽ നിന്ന് അതിജീവിച്ച് പോകാനും സാധിക്കും. അപ്പോൾ അതേപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെൽ ബട്ടണും കൂടി അമർത്തുക. കാരണം നമ്മൾ ഈ ചാനലിലൂടെ തന്നെ എല്ലാ ദിവസവും നിങ്ങളുടെ ഫലം, നിങ്ങളുടെ നിത്യജ്യോതിഷം, ഇന്നത്തെ ജ്യോതിഷം എങ്ങനെയാണ്, നിങ്ങൾക്കിന്ന് എങ്ങനെ എന്ന് മനസ്സിലാക്കാനും അതാത് ദിവസത്തെ ഫലവും കൂടി നമ്മളുടെ എന്നെ വിശ്വസിക്കുന്നവരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് നമ്മൾ ഈ ചാനലിലൂടെ എല്ലാ ദിവസവും സംപ്രേഷണം ചെയ്യുകയാണ്. അപ്പോൾ അതും കൂടി നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. അതിനൊപ്പം തന്നെ യൂട്യൂബ് ലൈവ് പ്രോഗ്രാമും ചെയ്യുന്നുണ്ട്. 1 മണിക്കൂറോളം ദൈർഘ്യമുള്ള ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ലൈവ് പ്രോഗ്രാം കൂടെ നിങ്ങൾ മനസ്സിലാക്കി, അല്ലെങ്കിൽ ആർക്കെങ്കിലും ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് വിളിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ വിദേശ മലയാളികളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ദുബായിൽ കരാമയിൽ നമ്മൾ സ്ഥാപനം ഇട്ടിട്ടുണ്ട്. പൂജാസ് ജുവലറി ട്രേഡിംഗ് LLC. അവിടെയും എല്ലാ മാസവും നിശ്ചിത ദിവസം കൺസൾട്ടിങ് അവൈലബിൾ ആണ്. അതിനൊപ്പം തന്നെ ദുബായ് മലയാളികൾക്കായിട്ട് ദുബായിലെ മലയാളി ചാനലായ NTVയിലൂടെ എല്ലാ മാസവും നമ്മൾ എല്ലാ ഞായറാഴ്ചയും 1 മണിക്കൂർ ദൈർഘ്യമുള്ള ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. 12 മണി മുതൽ 1 മണി വരെ. അതും പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക്, അല്ലെങ്കിൽ എന്നെ വിശ്വസിക്കുന്നവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയും വിധം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയാണ്. നിങ്ങളും ആ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടി അമർത്തുക. അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. എല്ലാ തുലാരാശിക്കാർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.